ഗായ്സ് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന പോലത്തെ വഴികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഗായ്സ് നമുക്ക് പണിയോട് പണിയാണ് കേട്ടോ. ഗായ്സ് ഇവിടെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനുള്ളിലെ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അതായത് അച്ചൻകോവിലാണ് പോകുന്നത്. അത് നമ്മൾ ആ റൂട്ടിൻ്റെ പേരെന്താണ് ശിവ? കല്ലേരി. കല്ലേരി അപ്പൂപ്പൻ നട ആ വഴി ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി ആ റൂട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കയറിയതിന് ശേഷം ഏകദേശം 34 കിലോമീറ്ററോളം നമ്മൾ ഉൾക്കാടിലൂടെയാണ്. അതും കൂടുതൽ ഓഫ് റോഡാണ്. അങ്ങനെ കൂടുതൽ ആരും അങ്ങനെ പോകുന്ന റൂട്ടല്ല. ആക്ച്വലി അച്ചൻകോവിലിൽ നമുക്ക് വേറെ റൂട്ട് വഴി പോകാമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതൊരു ഓഫ് റോഡ് വഴിയാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിലും നമുക്കിതിനകത്ത് എടുക്കാൻ പറ്റില്ല. കാരണം ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ മാത്രം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഏകദേശം 30 കിലോമീറ്ററോളം നമ്മൾ കാടിനകത്തുള്ള ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഓഫ് റോഡ് ആയിട്ടുള്ള വണ്ടിയല്ല. എന്നാലും നമുക്ക് മാക്സിമം ഒന്ന് പോയി നോക്കാം. എന്തായാലും വീഡിയോയിൽ നമുക്ക് ബാക്കി കാണാം. ഗായ്സ് നമ്മൾ ഈ ഒരു കാടിനകത്തുകൂടി അച്ചൻകോവിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലത്തെ വഴികളാണ് കേട്ടോ മുഴുവനും. അതായത് ഇത് ഓൾറെഡി ടാർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ മഴയത്തെല്ലാം വെള്ളത്തിൽ ഈ ടാറെല്ലാം ഇളകിപ്പോയി. അതിനുശേഷം മെയിൻ്റനൻസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കാടിനകത്തുകൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന മിക്ക സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ റോഡ് കുഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കാടിനകത്തുകൂടി തന്നെ വേറെ റോഡ് മണ്ണ് വഴി വെട്ടിയിട്ടിട്ടുണ്ട് അതുവഴി പോകാനായിട്ട്. അപ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ട്, അതായത് ഓഫ് റോഡ് ഇപ്പം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുവഴി വരാനായിട്ട് ബെസ്റ്റായിട്ടുള്ള റൂട്ട് തന്നെ. അത് നല്ലൊരു ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നടുവേദനയൊക്കെ ഉണ്ടാകും. പിന്നെ ഇതാണ്, ആൾ കുറവാണ് ഇതിനകത്ത്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മാക്സിമം ടാങ്കൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുക. ഇതിനകത്ത് കടയോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളില്ല. പ്യുവർ കാടിനകത്ത് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മളെ സ്വന്തം റിസ്കിൽ നമുക്ക് വരാം. 34 കിലോമീറ്ററാണ്. ഈ 34 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റേഞ്ചറിൻ്റെ ഓഫീസുണ്ട്. അവിടെയൊക്കെ ആളുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ജീപ്പ് ചില സ്ഥലങ്ങളിൽ മാത്രം കിടക്കുന്നതൊക്കെ കണ്ടായിരുന്നു അല്ലേ ശിവ? അത് എല്ലായിടത്തൊന്നുമില്ല. പിന്നെ അതുപോലെ ഇതിൽ വേറൊരു പ്രശ്നം വെച്ചാൽ ഈ മരങ്ങളിൽ നിന്നൊക്കെ മറ്റേ പൂവൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ ഇത് വീഴുന്നതൊക്കെ കണ്ണിൽ തന്നെ വീഴാനുള്ള ചാൻസ്. കാറിൽ വരുന്നവർക്ക് കുഴപ്പമില്ല. ബൈക്കിൽ വരുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ണിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട. ഗ്ലാസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യം. പിന്നെ ഇതുപോലെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ മഴ സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഉണങ്ങി കിടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ മലയിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ മിക്കതും. അത് നമുക്ക് കാണുമ്പോൾ അറിയാം. ആ ഭാഗമൊക്കെ താഴ്ന്നു നിൽക്കുന്നത് കാണുമ്പോൾ അറിയാം. പിന്നെ ഉള്ളതെന്ന് പറയാനായിട്ട് ഇവിടെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് മനുഷ്യവാസം ഉള്ളിലോട്ടുണ്ട്. അല്ലാതെ നമുക്ക് കാണത്തക്ക രീതിയിലുള്ള മനുഷ്യവാസം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ പോലുള്ളവർ മാത്രമാണ് ഇതുവഴി വരുന്നത്. ഇതുപോലെ കാടിനുള്ളിലൂടെ അച്ചൻകോവിൽ പോകുന്ന ആൾക്കാർ മാത്രമേ ഇതുവഴി വരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് വേറെ ആരെയും ഇതിനകത്ത് കാണാൻ സാധിക്കില്ല. ഗായ്സ് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന പോലത്തെ വഴികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് വെള്ളം പോകുന്ന വഴിയായിരുന്നു. വേനലായതുകൊണ്ട് വെള്ളമില്ല. ഇതുവഴി വേണം ഇറങ്ങി പോകാനായിട്ട്. അവസ്ഥയാണല്ലോ. പോകാൻ പറ്റുമായിരിക്കും, നോക്കാം. ഗായ്സ് ഇവിടെ വൈൽഡ് ലൈഫ് ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് താഴെയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു നദി പോകുന്നുണ്ടെന്ന്. ചൂട് ടൈമൊക്കെ ആയതുകൊണ്ട് മൃഗങ്ങളൊക്കെ എന്തായാലും വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൂടെ തന്നെ ആയിരിക്കും വരുന്നത്.
അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ വലിയ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ചിലപ്പോൾ ഈ ഉച്ച ടൈമിനൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. ഈവനിങ് 4 മണി വരെ എങ്ങാണ്ട് ഇതിനകത്ത് എൻട്രി ഉള്ളൂ. അതിന് ശേഷം ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ ഇതുവഴി വരുന്നവർ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ബൈക്കിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴു നിറയെ തൂങ്ങിക്കിടപ്പുണ്ട്. വല കെട്ടി തൂങ്ങി പുഴുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ പുഴുവൊക്കെ കറക്റ്റ് നമ്മളെ ഹെൽമെറ്റ് ഗ്ലാസ് ഇടാതെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഹെൽമെറ്റിൻ്റെ അകത്ത് തന്നെ ഈ പുഴുകളൊക്കെ വീഴുന്നു. അപ്പോൾ അത് സൂക്ഷിക്കണം. അത് സൂക്ഷിച്ചിട്ട് വേണം. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ മുഖത്തൊക്കെ കടിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഗ്ലാസ്സൊക്കെ ഇട്ട് കുറച്ചതായിട്ട് വേണം വരാനായിട്ട്. അത് സൂക്ഷിച്ചോണം. അത് കാറിൽ വരുന്നവർക്കൊന്നും കുഴപ്പമില്ല. ബൈക്കിൽ വരുന്നവരാണ് ഇതുവഴി കൂടുതലും ബൈക്കേഴ്സാണ് പോകുന്നത് കണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. കാറിൽ വരുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് കാറിൽ വരുന്നവരുണ്ട്. വാഗണറൊക്കെ കണ്ടായിരുന്നു. വാഗണർ, ഓൾട്ടോ ഒക്കെ ഇതുവഴി പോകുന്നു. ഇത് ഓഫ് റോഡ് മുഴുവനും പൊളിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികളെല്ലാം ഇതുവഴി പോകുന്നുണ്ട്. വരുന്ന വഴിയിൽ കുമ്പാരട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ബോർഡ് കണ്ടേ. 9 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ കണ്ട ഒരു സൈൻ ബോർഡാണ്. ഇതിന് മുന്നേ ഒന്നും അത് കണ്ടില്ല. ഏകദേശം 9 കിലോമീറ്റർ കഴിയുമ്പോഴത്തേനും കുമ്പാരട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് പോയില്ല. മാത്രമല്ല നിർത്താനുള്ള ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിട്ടിങ്ങി വന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് മെൻഷൻ ചെയ്തതാണ്. ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് അച്ചൻകോവിൽ വരെ ഈ ഓഫ് റോഡൊന്നും അല്ല. പോകുന്ന സ്റ്റാർട്ടിങ് തുടങ്ങി നമ്മൾ കുറച്ച് ദൂരത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫ് റോഡൊക്കെ ഉള്ളത്. കുറച്ച് ദൂരത്തേക്കല്ല, ഏകദേശം പകുതിയോളം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ടാറും പിന്നെ കോൺക്രീറ്റ് റോഡുകളൊക്കെയാണ്. അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതുപോലെ തന്നെ പോകാൻ പറ്റുന്ന റോഡുകൾ തന്നെയാണ്. ഇത് മുഴുവനായിട്ട് ഓഫ് റോഡൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫാമിലി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ നമ്മൾ മൊബൈലൊന്നും കൂടുതൽ ഉപയോഗിക്കാത്തത്. ജസ്റ്റ് ഇടയ്ക്കുള്ള ഷോട്ടുകൾ മാത്രം എടുത്തെടുത്ത് പോകുന്നത് കൊണ്ടാണ്. ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ വന്നത് ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അതെ അതുകൊണ്ട് റൈഡേഴ്സിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മൾ ഈ കണ്ട നദിയിലൊക്കെ ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അതും ഫാമിലി ആയിട്ട് തന്നെ കുളിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ കുളിക്കുന്നുണ്ടോ. അപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. കൂടുതലും ഇതുപോലെ ഈ നമ്മളവിടെ നിന്ന് കയറി കുറച്ച് ഏകദേശം പകുതി കഴിയുമ്പോൾ റോഡൊക്കെ നന്നാവുന്ന സ്ഥലങ്ങളിലോട്ട് പിന്നെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലാണ് കുറേ കൂടെ ടഫായിട്ടുള്ള റോഡും കുറച്ചുകൂടെ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റും. പക്ഷേ ഇവിടെയൊക്കെ മുഴുവനും തേക്കാണ് നട്ടിരിക്കുന്നത്. ഫുള്ള് തേക്കാണ്. ഇതൊന്നും തിക്ക് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് തന്നെയാണ്, ഉള്ളിലോട്ട് തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളെ ഈ റോഡിൻ്റെ സൈഡ് മുഴുവനും തേക്കാണ്. എല്ലാ ഭാഗത്തും അല്ല, എന്നാലും ഒട്ടുമിക്ക ഭാഗങ്ങളിലും തേക്കാണ് ഉള്ളത്. അപ്പോൾ ഗായ്സ് നമ്മൾ ഈ അച്ചൻകോവിലിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം 3 മണിയാണ്, 5 മണിക്കാണ് അച്ചൻകോവിൽ ഓപ്പൺ ആവുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അമ്പലത്തിനകത്തോട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല. അത് അവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കുമ്പാരട്ടി വാട്ടർഫാൾസ്. പക്ഷേ നമുക്ക് ഇപ്പം ഉള്ളിലോട്ട് അലൗഡ് അല്ല. കാരണം വേനൽ സമയം ആയതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ നമുക്കിവിടെ നിറയെ മയിലുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് മയിൽ. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ റോഡിൽ തന്നെ ഒരുപാട് മയിൽ നിൽപ്പുണ്ട്. നമുക്ക് പണിയോട് പണിയാണ് കേട്ടോ. നമ്മൾ ആ അച്ചൻകോവിൽ പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ല, അച്ചൻകോവിൽ വഴിയൊക്കെ വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തമിഴ്നാട് ഇറങ്ങി വരാനായിട്ടൊരു വഴിയുണ്ട്. അങ്ങനെ വന്നതാണ്. ഇപ്പം നമ്മൾ സെങ്കോട്ട എത്താറായി. ഏകദേശം തെങ്കാശിക്ക് അടുത്തായി. ഇനി ഇവിടെ നിന്ന് വീണ്ടും തിരിച്ച് നല്ല ദൂരമുണ്ട് പോകാനായിട്ട്. ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും കറങ്ങി ചുറ്റിയൊക്കെ സെങ്കോട്ടയ്ക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ചെറിയൊരു പ്രശ്നം പറ്റിയതാണ്. പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മറ്റേ അച്ചൻകോവിൽ റൂട്ട് കയറിയില്ലായിരുന്നു, നിങ്ങളിപ്പോൾ കണ്ടില്ലേ. ഇത് കയറി കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ തന്നെ റേഞ്ച് എല്ലാം അങ്ങ് പോയേ. റേഞ്ച് പോയപ്പോൾ അവിടെ നിന്ന് ഫോറസ്റ്റിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ തിരിച്ച് അതുവഴി തന്നെ വരണം,
അതല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുനലൂർ ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പുനലൂർ ഇറങ്ങുന്ന ആ റൂട്ട് കണ്ടില്ല. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുനലൂരോട്ട് ഇറങ്ങാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ, അതിന് അച്ചൻകോവിൽ കഴിഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ആ വഴി മിസ്സായിപ്പോയി. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിയിലൊന്നും റേഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് GPS ഒന്നും നോക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കറങ്ങി ചുറ്റി ഇപ്പോൾ സെങ്കോട്ടയ്ക്ക് അടുത്തെത്തി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അല്ലേടി, 12 കിലോമീറ്ററോടെ പോയ സെങ്കോട്ട എത്തി, അതായത് തെങ്കാശിക്ക് അടുത്ത്. ഇനി ഇവിടെ നിന്ന് വേണം തിരിച്ചിനി കേരള പോകാനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം വെറുതെ ഓടി. പക്ഷേ എൻ്റെ പുറകിലായിട്ട് അടിപൊളി വിഷ്വലാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. അങ്ങ് ദൂരെയൊക്കെയായിട്ട് നിറയെ കാറ്റാടി പടങ്ങളാണ്. അപ്പോൾ ഗായ്സ് അതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ ഒരു അച്ചൻകോവിൽ ട്രിപ്പിൻ്റെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ തെങ്കാശി പോകുന്ന റൂട്ടാണ്. നമ്മൾ തെങ്കാശി കയറുന്നില്ല. ഇനിയിപ്പോൾ തെങ്കാശി പോയി കഴിഞ്ഞാലും ഒരുപാട് ലേറ്റ് ആകും. കാരണം ഇപ്പോൾ തന്നെ 4 മണി കഴിഞ്ഞ് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി തെങ്കാശിയും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ടൈമിന് വീട്ടിൽ എത്തില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ തെന്മല കയറി വീട്ടിൽ പോകാനാണ് പ്ലാൻ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാവരോടും എല്ലാ തവണയും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സ്നേഹം മാത്രം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ഫാസ്റ്റേക്ക് സൈനിങ് ഓഫ്.